ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ കുറേ പേരായി എന്നോട് ചോദിക്കുന്നു ക്രോഷ്യ പഠിക്കാൻ എളുപ്പമാണോ, പഠിപ്പിച്ച് തരുമോ എന്നൊക്കെ. സോ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് ഐ ഡിസൈഡ് ടു ഡു എ ട്യൂട്ടോറിയൽ വീഡിയോ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രോഷ്യ ബേസിക് പഠിക്കുക എന്നതാണ്. ഇനി വരും വീഡിയോസിൽ നമുക്ക് ഡിഫറെൻറ്റ് ക്രോഷ്യ സ്റ്റിച്ചസ്, പാറ്റേൺസ് ആൻഡ് ക്രോഷ്യയുടെ ഫാക്ട്സ്, ത്രെഡ്സ്, യാൺസ്, ഹുക്സ് ആൻഡ് നമ്മുടെ ക്രോഷ്യ പ്രൊഡക്ട്സ്, ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ 1 by 1 ആയിട്ട് നമുക്ക് പാർട്ടായിട്ട് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രോഷ്യയുടെ ബേസിക് സ്റ്റിച്ചുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സോ ഇഫ് യു ആർ എ ബിഗിനർ, ഐ സജസ്റ്റ് യു ടു സ്റ്റാർട്ട് വിത്ത് അക്രിലിക് yarn ആൻഡ് 3 to 5 mm hook. നിങ്ങളൊരു ക്രോഷ്യ പ്രൊജക്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ സ്ലിപ്പ് നോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു മാജിക് റിംഗ് ചെയ്യുക എന്നതാണ്. മാജിക് റിംഗ് കൂടുതലും സർക്കിൾ പ്രൊജക്റ്റിൻ്റെ ബിഗിനിങ് ആണ്. സോ നമ്മളിവിടെ സ്ലിപ്പ് സ്റ്റിച്ചാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. സോ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ യാൺ എടുത്ത് നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ ചൂണ്ടുവിരലിൽ ചുറ്റിയെടുക്കുമ്പോൾ അവിടെ ഒരു സർക്കിൾ ഫോം ആവും. ആ സർക്കിളിലൂടെ നമ്മൾ ആ ലോങ് യാൺ വീണ്ടും അതിൻ്റെ ഉള്ളിലൂടെ പുൾ ത്രൂ ചെയ്യുക. സോ അത്രേ ഉള്ളൂ സ്ലിപ്പ് നോട്ട് അല്ലെങ്കിൽ സ്ലിപ്പ് സ്റ്റിച്ച്, ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഹുക്ക്, നമ്മൾ ഏത് ഹുക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ആ ഹുക്ക് എടുത്തിട്ട് നമ്മൾ സ്ലൈറ്റ്ലി ഒന്ന് ടൈറ്റൻ ചെയ്ത് കൊടുക്കും. അതിന് ഏതെങ്കിലും ഒരു യാൺ വെച്ചിട്ട് നമ്മളൊന്ന് പുൾ ചെയ്താൽ മതി, വലിച്ചു കൊടുത്താൽ മതി. അത് ഹുക്കിൽ ടൈറ്റ് ആയിക്കോളും. നമ്മൾ ഓവർ ടൈറ്റ് ആവരുത്, അതുപോലെ ഓവർ ലൂസും ആവരുത്. സോ നെക്സ്റ്റ് നമ്മൾ യാൺ ഹോൾഡ് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ കംഫർട്ട് വെച്ചിട്ടാണ്. ഞാൻ യൂഷ്വലി ഇങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് ഹോൾഡ് ചെയ്യാം. സോ നമ്മൾ ഇനി നെക്സ്റ്റ് ഫൗണ്ടേഷൻ ചെയിൻ ആണ് ചെയ്യുന്നത്. സ്ലിപ്പ് നോട്ട് കഴിഞ്ഞ് നമ്മൾ ഫൗണ്ടേഷൻ ചെയിൻ ആണ് ചെയ്യുന്നത്. ഒരു ക്രോഷ്യ പ്രൊജക്റ്റിന്റെ ഏറ്റവും ബേസ് ആണ് ഫൗണ്ടേഷൻ ചെയിൻ. നമ്മുടെ ഹുക്ക് നോട്ടിൻ്റെ ഉള്ളിലുണ്ട്. ആ യാൺ നമ്മൾ ആ നോട്ടിലൂടെ പുൾ ത്രൂ ചെയ്യുക. സോ ഒന്നുകൂടെ പറയാം, നമ്മുടെ നോട്ടിൻ്റെ ഉള്ളിൽ നമ്മുടെ ഹുക്കുണ്ട്. നമ്മൾ ആ നോട്ടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ യാൺ പുറത്തേക്ക് വലിച്ച് പുൾ ത്രൂ ചെയ്തെടുക്കുക. സോ നമ്മൾ ഫൗണ്ടേഷൻ ചെയിൻസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഇപ്പോൾ പഠിച്ചു. ഇത് കുറച്ച് തവണ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നമ്മൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ബേസിക് സ്റ്റിച്ചസ് പഠിക്കാം. സോ ബേസിക് സ്റ്റിച്ചുകളിലെ ഏറ്റവും ഫസ്റ്റ് സ്റ്റിച്ചാണ് സിംഗിൾ ക്രോഷ്യ. നമ്മൾ ഈ ബേസിക് സ്റ്റിച്ചുകൾ ചെയ്യുന്നത് ഫൗണ്ടേഷൻ ചെയിൻ്റെ മുകളിലാണ്. സോ സിംഗിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് ഹുക്കിൽ നിന്ന് സെക്കൻഡ് സ്റ്റിച്ച്, അതായത് നമ്മുടെ ഹുക്കുള്ള സ്റ്റിച്ച് നമ്മൾ എടുക്കരുത്, അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള സ്റ്റിച്ചിലാണ് നമ്മൾ സ്റ്റിച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സിംഗിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് ആ സെക്കൻഡ് സ്റ്റിച്ചിലൂടെ നമ്മൾ ഹുക്ക് എടുക്കുക. സോ സെക്കൻഡ് സ്റ്റിച്ചിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് നമ്മൾ യാൺ പുൾ ത്രൂ ചെയ്യുക. പുൾ ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് ഹുക്കിലിപ്പോൾ 2 ചെയിൻസ് ആണ് വന്നേക്കുന്നത്, 1, 2. അതിൽ വീണ്ടും നമ്മൾ യാൺ ആ 2 ചെയിൻസിൻ്റെ ഉള്ളിൽ കൂടെയും എടുക്കുക. അതാണ് നമ്മുടെ ഒരു സിംഗിൾ സ്റ്റിച്ച്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, പിന്നെ നമുക്ക് യാൺ നമ്മൾ പുൾ ത്രൂ ചെയ്യുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ 2 ചെയിൻസ് ഉണ്ട്. ആ 2 ചെയിൻസിലൂടെയും വീണ്ടും നമ്മൾ യാൺ പുൾ ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. സോ ഇതാണ് ഫൗണ്ടേഷൻ ചെയിനിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ആൻഡ് നമുക്ക് ഇത് അഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ യാൺ ജസ്റ്റ് ഒന്ന് പുൾ ചെയ്താൽ മതി. യാൺ നമുക്ക് അഴിഞ്ഞ് ഫുള്ളായിട്ട് കിട്ടും. സോ ഇനി നമുക്ക് സെയിം ഫൗണ്ടേഷൻ ചെയിനിൽ തന്നെ നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാം. നമ്മൾ ഹുക്കിൽ ഒന്ന് യാൺ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ നോട്ടിൽ നമ്മൾ ചെയിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഹുക്ക് കടത്തി വിടുക. അപ്പം നമ്മുടെ ഹുക്കിൽ ഇപ്പം 3 ചെയിൻസ് ഉണ്ടാവും. ആൻഡ് ആദ്യത്തെ 2 ചെയിൻസിലൂടെ യാൺ പുൾ ത്രൂ ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഹുക്കിൽ 2 ചെയിൻ വീണ്ടും ഉണ്ട്. പിന്നെ ആ 2 ചെയിനിൽ കൂടെ വീണ്ടും ആ യാൺ പുൾ ത്രൂ ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ 2 സെറ്റ് ഓഫ് ഇത് ചെയ്തു. സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോഴാണ് ശരിക്കും ഡബിൾ ക്രോഷ്യ ആവുന്നത്. സോ ഒന്നുകൂടെ പറയാം, നമ്മൾ ഹുക്കിൽ 1 ചെയിൻ ഓൾറെഡി ഉണ്ട്. നമ്മളൊന്ന് യാൺ ഒന്ന് ചുറ്റി കൊടുക്കുക, നമ്മുടെ നോട്ടിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടുക. ആൻഡ് നമ്മൾ ആ
യാൺ പുൾ ത്രൂ ചെയ്തെടുക്കുമ്പോൾ 3 ചെയിൻസ് പോലെ നമ്മുടെ ഹുക്കിലുണ്ടാവും. അതിൽ ആദ്യത്തെ 2 എണ്ണത്തിൽ കൂടെ നമ്മൾ യാൺ പുൾ ത്രൂ ചെയ്തെടുക്കുക. പിന്നെയും 2 എണ്ണം ഉണ്ടാവും, അതിലൂടെ നമ്മൾ യാൺ പുൾ ത്രൂ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഡബിൾ ക്രോഷേ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ? സോ നെക്സ്റ്റ് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷേ ആണ്. നമ്മൾ ഡബിൾ ക്രോഷയിൽ ചെയ്ത പോലെ തന്നെ യാൺ ഒന്ന് ചുറ്റി കൊടുക്കുക ഹുക്കിൻ്റെ ഉള്ളിൽ കൂടെ. എന്നിട്ട് നമ്മൾ നോട്ടിൽ കൂടെ ഹുക്ക് കടത്തി വിട്ട് അവിടെ നിന്ന് യാൺ പുൾ ചെയ്തെടുക്കുക. അപ്പോൾ 3 ചെയിൻസ് നമ്മുടെ ഹുക്കിലുണ്ടാവും. ആ 3 എണ്ണത്തിൽ കൂടെ നമ്മൾ ആ യാൺസ് കടത്തി വിടുക. നമ്മൾ ഡബിൾ ക്രോഷയിൽ 2 എണ്ണം വെച്ചാൽ ചെയ്തെങ്കിൽ ഇതിൽ ഒറ്റയടിക്ക് 3 എണ്ണത്തിൽ കൂടെ ആ യാൺ കടത്തി വിടുക. ഒന്നുകൂടെ പറയാം, നമ്മൾ യാൺ നമ്മുടെ ഹുക്കിൽ ചുറ്റി കൊടുക്കുക, നമ്മൾ നോട്ടിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടുക, സിംഗിൾ ക്രോഷയുടെ ഉള്ളിൽ കൂടെ കടത്തി വിടുക. അപ്പോൾ 3 ചെയിൻസ് നമ്മുടെ ഹുക്കിലുണ്ടാവും. ഈ 3 ഹുക്കിലും നമ്മൾ ആ യാൺ പുൾ ത്രൂ ചെയ്ത് പുറത്തെടുക്കുക. അപ്പോഴാണ് നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷേ കിട്ടുന്നത്. സോ നെക്സ്റ്റ് നമ്മുടെ മാജിക് റിംഗ് ആണ്. സോ നമ്മുടെ കൈയുടെ ഉൾഭാഗം നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിക്ക് വെച്ചിട്ട് 2 ഫിംഗേഴ്സ് എടുത്ത് അതിൽ യാൺ ഡ്രാപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ക്രോസ് പോലെ വരും. എന്നിട്ട് നമ്മൾ പുറം വശത്ത് എടുക്കുമ്പോൾ 2 യാൺ ഉണ്ടാവും. അതിൽ ആദ്യത്തെ യാണിൻ്റെ അടിയിലൂടെ പോയിട്ട് രണ്ടാമത്തെ യാൺ പുള്ള് ചെയ്യുക. പുള്ള് ചെയ്തിട്ട് അവിടെ ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു നോട്ട് പോലെ ആവും. എന്നിട്ട് ആ യാൺ നമ്മൾ അതിലൂടെ കടത്തിവിട്ട് സെക്യൂർ ചെയ്യുക. അപ്പോൾ അവിടെ ഒരു കറക്റ്റ് ഒരു നോട്ട് ഫോം ചെയ്യും, ഒരു സർക്കിളും ഫോം ചെയ്യും. ഇത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാൾ നിങ്ങൾ വീഡിയോയിലൂടെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. സോ അത്രേ ഉള്ളൂ നമ്മുടെ മാജിക് റിംഗ്. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ യു നീഡ് പേഷ്യൻസ് ആൻഡ് പ്രാക്ടീസ്. നന്നായി പ്രാക്ടീസ് ചെയ്യുക, നല്ല ക്ഷമയോടുകൂടി പ്രാക്ടീസ് ചെയ്താൽ മാത്രം ക്രോഷ്യ നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ഇനി ഈ ചാനലിൽ പാർട്ടായിട്ട് ക്രോഷ്യ റിലേറ്റഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.